എന്തുപറ്റി മുതലാളി? തൃശൂലും ശിവാനിയും അവിടെ അമ്പലത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്നത് ആരാ മുതലാളി? അന്ന് നമ്മൾ ഇതേ നാഗവനത്തിൽ വെച്ച് ആദിശേഷനെ മാത്രമല്ലേ കൊന്നത്? ഇപ്പൊ നമുക്ക് അവന്റെ പ്രണയിനിയെയും കൂടെ ചേർത്ത് കൊന്നുകളഞ്ഞേക്കാം. മുതലാളി, രണ്ടുപേരും ഭസ്മായി പോയല്ലോ. ഇച്ഛാധാരി നാഗങ്ങൾ കൺമുമ്പിൽ ഉണ്ടായിട്ടും അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സമാധാനായിട്ടിരിക്കും മുതലാളി. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഭൈരവ് ബാവയോട് കാര്യങ്ങളെല്ലാം പറയാം. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം. നമുക്കിപ്പോ പോവാം. വാ മുതലാളി, വരൂ മുതലാളി, ഞാൻ പറയുന്നത് കേക്ക്. വാ. തൃശൂൽ, സമാധാനം, നീയെങ്കിലും വന്നല്ലോ. നിന്റെ അമ്മ എന്തുമാത്രം പേടിച്ചിരിക്കാരെന്നറിയോ? എന്തു പറ്റി അമ്മേ? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? അതൊരു വലിയ കഥയാ. നിങ്ങൾ എന്തായാലും വന്നല്ലോ, ഇനി ആവശ്യമില്ലാത്തൊന്നും അറിയണ്ട. മരുമോനെ, ദൈവത്തെ തൊഴ, ഇങ്ങോട്ട് വാ. ഇതാ തൊഴുതോളൂ. അമ്മേ, ഞങ്ങളുടെ വീട്ടിലെ അശുദ്ധിയെല്ലാം ഇല്ലാതാക്കണേ, അനുഗ്രഹിക്കണേ. അമ്മേ, ശാസ്ത്രികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരിലും ദൈവിക സാന്നിധ്യം. വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. അപകടോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കതിനെപ്പറ്റി അറിയില്ല. എല്ലാം ദൈവത്തിന്റെ മായയാണ്, പരമശിവന്റെ ലീലകൾ. ചേർത്ത് പിടിച്ച കൈ വിടരുത്. കൊടുത്ത വാക്കും എടുത്ത തീരുമാനവും 7 ജന്മത്തിലും അതുപോലെ ഉണ്ടാവണം. നിങ്ങളുടേത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആരൊക്കെ തന്നെ എതിർത്താലും നിങ്ങളെ തമ്മിൽ അകറ്റുവാൻ ഒരിക്കലും ആർക്കും തന്നെ സാധിക്കുകയില്ല. ദീർഘായുഷ്മാൻ ഭവ. സ്വാമിജി, ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പൊ വല്ലാത്ത സമയദോഷോ. എന്തുകൊണ്ടാ എങ്ങനെയെന്ന് മനസ്സിലാവുന്നേ ഇല്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവോ? മനസ്സിലൊരുപാട് ചോദ്യങ്ങളുണ്ട്. ഉത്തരം കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടമാണ്. പക്ഷേ ഇതുവരെ കണ്ടെത്താനായില്ല. വരുന്ന നാഗപഞ്ചമി നാളിൽ നീ നഷ്ടപ്പെടുത്തിയതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. വിഷമിക്കണ്ട, എല്ലാം ശുഭമാകും. അമ്മേ, ശാസ്ത്രികൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലാന്ന് കരുതി വിഷമിക്കണ്ട കേട്ടോ. അവരങ്ങനെ ആരോടും സംസാരിക്കാറില്ല. ദൈവശക്തി ആരിലുണ്ടോ അവരോട് മാത്രമേ സംസാരിക്കൂ. അതെ, ഞാൻ അവരോടൊന്ന് സംസാരിക്കാൻ കുറെ ശ്രമിച്ചതാ. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിച്ചതേയില്ല. അങ്ങനെയുള്ള ഒരാള് തൃശൂലിനോട് ശിവാനിയോട് സംസാരിച്ച എന്തിനാ? അദ്ദേഹം സംസാരിച്ചുവെങ്കിൽ ഇവര് രണ്ടുപേരും ഒരുപാട് പുണ്യം ചെയ്തവരാ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേരും ഒരു 100 വർഷക്കാലം സുഖമായി ജീവിക്കും. അമ്മേ,
കൂടുതലായിട്ട് ഒന്നും ആലോചിക്കണ്ട. ശാസ്ത്രികളുടെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എല്ലാം നന്നായിട്ട് നടക്കും. ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിജയം കണ്ടെത്തുകയും ചെയ്യും. ശരി, അങ്ങനെ ആവട്ടെ സ്വാമി. അച്ഛാ, ആത്മലിംഗം നഷ്ടപ്പെടുത്തിയ രാവണന്റെ ദേഷ്യത്തിന്റെ കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ദേഷ്യം ഞാൻ അങ്ങയിൽ കാണുന്നുണ്ട്. നിങ്ങൾ സമാധാനമായിരിക്കും. നിങ്ങളുടെ ദേഷ്യത്തെ തടയാൻ എന്നെ കൊണ്ടാവില്ല. സുവർണ! 24 സംവത്സരങ്ങൾ അവർക്കായി കാത്തിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ആദിശേഷനെയും അവന്റെ പ്രിയതമയും സംഹരിക്കുവാനുള്ള അവകാശം എന്റെ കൈവിട്ടു പോയല്ലോ. എന്നോട് ക്ഷമിച്ചാലും. നിന്നോട് ക്ഷമിച്ചാൽ രക്ഷപ്പെട്ടു പോയ ആദിശേഷനെയും പ്രിയതമയും കിട്ടുമോ? കിട്ടുമോ? പറ. കഴിഞ്ഞത് കഴിഞ്ഞു അച്ഛാ. ആ ഇച്ഛാധാരി നാഗങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ അമ്മ മാത്രമല്ല കാരണം, അവിടെ വന്ന മനുഷ്യരും കൂടെയാണ്. അതെ, അവരിങ്ങോട്ട് വന്ന് എല്ലാം നശിപ്പിച്ചു. നമ്മുടെ കോപത്തിന്റെ കനൽ അവർ വെള്ളമൊഴിച്ച് തണുപ്പിച്ചു. ആരൊച്ച അവര്? അവർ വേറെ ആരുമല്ല. ആദിശേഷൻ പുനർജന്മം എടുത്തിരിക്കുന്നത് അവരുടെ മകനായിട്ടാണ്. ആ ഇച്ഛാധാരി നാഗറാണി അവരുടെ മരുമകളാണ്. അവരെന്തിനാണ് അങ്ങോട്ട് വന്നത്? അവർക്കെങ്ങാനും ഇച്ഛാധാരി നാഗങ്ങളെ പറ്റി അറിയാമോ? ഇല്ല. അവൻ വെറും തന്റെ വംശത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും, അത്ര തന്നെ. അതെങ്ങനെ പറയാൻ സാധിക്കും? ആ ഇച്ഛാധാരി നാഗങ്ങൾ വിഷസർപ്പങ്ങളാണെന്നുള്ള കാര്യം മനുഷ്യർക്ക് നന്നായിട്ടറിയാം. സർപ്പങ്ങളുടെ കൂടെ അവർ ജീവിക്കില്ല. അച്ഛാ, എങ്ങനെയാണെങ്കിലും ആദിശേഷന്റെ അച്ഛനെ കുറിച്ച് നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ആ ആദിശേഷനെയും ശിവാനിയെയും ഇല്ലാതാക്കി കളയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല അജിത്തെ. ഇപ്പോൾ തന്നെ നാം ആ വിഷസർപ്പങ്ങളെ ഉണർത്തി അതിന്റെ ചെങ്കണ്ണിന് ഇരയായിട്ടുണ്ട്. മാത്രവുമല്ല, ആദിശേഷനും അവന്റെ പ്രീതമയും മുന്നോട്ടുള്ള ഓരോ ചുവടിലും സൂക്ഷ്മത കാണിക്കും. കൂട്ടത്തിൽ ആദിശേഷന്റെ അച്ഛന് ഏതോ ഒരു കപട മന്ത്രത്തിന്റെ ശക്തിയുമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? ശത്രുക്കളുടെ ബലഹീനത എന്താണെന്ന് ആദ്യം അറിയണം. അവരുടെ ഓരോ ചുവടും നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുവടിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചുവടും മാറ്റണം. അവരുടെ മന്ത്രങ്ങൾക്കെതിരെ നമ്മൾ തന്ത്രങ്ങൾ പണിയുക തന്നെ വേണം. ചന്ദ്രഹാസ, നീ ആ മനുഷ്യരുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ ശ്രദ്ധിക്ക്. അജിത്തെ, നീ ആ ഇച്ഛാധാരി നാഗങ്ങളെ പിന്തുടരൂ. ഒരു കാര്യം ഓർമ്മയിലുണ്ടാവട്ടെ, നിങ്ങൾ യാതൊരു കാരണവശാലും അവരുടെ മുന്നിൽ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെയാകട്ടെ അച്ഛാ. വിജയ് ഭവ. ദൈവമേ, ശാസ്ത്രികൾ പറഞ്ഞത് എത്ര സത്യമാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഞാനും ശിവാനി ഒരുപാട് സന്തോഷത്തില്ല. ഈ സന്തോഷം എന്നും നിലനിർത്തണേ. ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു. എനിക്ക് എന്താ പറ്റിയത്? ഞാനെന്താ ഇവിടെ നിൽക്കുന്നേ? അമ്പലത്തിലേക്ക് എപ്പോഴാ വന്നത്? ശിവാനി, പ്രസാദം വാങ്ങിക്കേ, ഞാൻ തന്നെ വെച്ചേരാം.
ഹോൾഡ് ഓൺ. ഇത് ദൈവസന്നിധിയാണ് മോനെ, നീ ഒന്ന് മനസ്സിലാക്ക്. രണ്ടുപേരും ഹണിമൂൺ മൂടിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാ തോന്നുന്നേ. തൃശൂൽ ശിവാനിയുടെ നെറ്റിയിൽ കുങ്കുമം ഇട്ടപ്പോഴേ മനസ്സിലായി ദിഗ്വിജയ് ഇവരെ രണ്ടാളെയും പുറത്തുവിട്ടതിന്റെ ഉദ്ദേശം നടന്നു എന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ തൃശ്ശൂരിലെ ഹണിമൂണിന്റെ പേരും പറഞ്ഞ് നാഗവനത്തിലേക്കല്ലേ കൊണ്ടുപോയത്? പിന്നെപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത്? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. തൃശ്ശൂർ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ സംസാരിക്കാൻ ശിവാനി. പറ്റില്ല, ഇപ്പൊ തന്നെ പറയണം. വാ. പറ ശിവാനി, എന്തു പറ്റി? അത് ഞാൻ നിന്നോട് ചോദിക്കണ്ടല്ലേ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ രണ്ടുപേരും നാഗവനത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? നാഗവനത്തിലേക്കോ? വീട്ടിലുള്ളവർ ഹണിമൂണിന് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് സമ്മതിച്ചു. കാരണം എനിക്ക് നാഗവനത്തിലേക്ക് പോണായിരുന്നു. പക്ഷെ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വീട്ടിലുള്ളവരെല്ലാം എപ്പോഴും ഇങ്ങോട്ട് വന്നേ? ശിവാനി, നീ എന്താ തമാശ പറയാണോ? നമ്മള് നാഗവനത്തിൽ പോയിട്ടല്ലേ ഇവിടേക്ക് വന്നത്? നമ്മള് നാഗവനത്തിലേക്ക് പോയെന്നോ? കള്ളം പറയണ്ട തൃശൂൽ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത് ശിവാനി? ഞാൻ സത്യം തന്നെ പറയുന്നത്. നിനക്ക് ഓർമ്മയില്ലേ? ഓ, 3 ദിവസത്തെ ട്രിപ്പ് മതിയാവാത്തോണ്ട് വീണ്ടും പോവാനുള്ള പ്ലാനാണോ? എന്താണ് മാഡത്തിന്റെ മനസ്സിൽ ലവ് കൂടി പോലെ ഉണ്ടല്ലോ. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളെപ്പോഴും നാഗവനത്തിലേക്ക് പോയത്? അതെന്താ എനിക്ക് ഓർമ്മ വരാത്തത്? തൃശൂൽ, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. നീ എന്റെ അടുത്ത് നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാനോ? ശിവാനി, 3 ദിവസം അവിടെ നിന്ന് സംസാരിച്ചത് മതിയായില്ലേ? വീണ്ടും ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്യാ. കാര്യമൊന്നും പറയണ്ട, വീട്ടിലേക്ക് പോവാം. ബാക്കി അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ശരി അമ്മായി പൊക്കോ, ഞങ്ങളിപ്പോ തന്നെ വന്നേക്കാം. അത് വേണ്ട, വന്നേ. കൊല്ലാനായിട്ട് ഇവിടുന്ന് പോയവൻ വെറും കൈയോടെ തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എനിക്കെങ്ങനെ മനസ്സിലായി എന്നാണോ? നീ അവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ എനിക്കതിന്റെ സൂചന ഇവിടെ കിട്ടുമായിരുന്നു. എന്താണ് ഇങ്ങനെ ചെയ്തത് ദിഗ്വിജയ? ബാബാ, അവിടെ സംഭവിച്ചത് വേറെ. ഞങ്ങള് ആ ഇച്ഛാധാരി നാഗങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ഗരുഡന്മാര് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ഞങ്ങൾ അവരെ മറികടന്ന് ആ ഇച്ഛാധാരി നാഗങ്ങളുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോ അവര് അവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ കൊല്ലാൻ എളുപ്പമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? ഞാൻ തന്നുവിട്ട ചൂർണം ഒരു ഗുണവും ചെയ്തില്ലേ? അതത്ര എളുപ്പമായിരുന്നില്ല ബാബ. അവിടെ ഞാൻ കണ്ടത് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനും മാത്രം എന്തുണ്ടായി? എന്തോ ഒരു സംഭവം നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. ബാബാ, ആ ഇച്ഛാധാരി നാഗങ്ങൾ മുതലാളിയുടെ മകന്റെയും മരുമകളുടെയും രൂപത്തിലെ വന്നത്. അത് കണ്ട മാത്രയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുതലാളി പകച്ചു നിന്നുപോയി. മകന്റെയും മരുമകളുടെയും രൂപത്തിലോ? അതെ ബാബ, ഒരു നിമിഷം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആദിശേഷന്റെ രൂപത്തിൽ തൃശൂലായിരുന്നെങ്കിൽ നാഗറാണിയുടെ രൂപത്തിൽ ശിവാനിയായിരുന്നു. ഞാൻ ആകെ തകർന്നുപോയി. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിനെ കഠിനമാക്കി അവരെ ഷൂട്ട് ചെയ്തു. പക്ഷേ അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. സത്യമേതാ മിഥ്യ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിരുവരും മരിച്ചില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാബ. ആ ഇച്ഛാധാരി നാഗം തൃശൂരിന്റെ രൂപത്തിൽ എങ്ങനെയാണ് വന്നത്? അത് സത്യമാണോ അതോ മായയാണോ? ദിഗ്വിജയ, നിന്റെ മനസ്സെങ്ങനെയാണെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആരുടെ രൂപത്തിൽ വന്നാൽ നീ വിഷമിക്കുമെന്ന് മനസ്സിലാക്കി അവരുടെ രൂപത്തിലായിരിക്കും വന്നിരിക്കുന്നത്. ബാബ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയ നല്ലൊരവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്.
വീണ്ടും അവരെ എതിർത്ത് അവരെ സംഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഞാൻ നിങ്ങളെ അറിയിക്കാം. അതുവരേക്കും എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല. ഓർമ്മയിലിരിക്കട്ടെ. രണ്ടാളോടെ നിന്നെ. ആരാ നിങ്ങളെ അകത്തേക്ക് വിട്ടത്? പേടിച്ചു പോയോ? ഭാര്യയും ഭർത്താവും പുറത്തൊക്കെ കറങ്ങിയിട്ട് വന്നതല്ലേ, എല്ലാവരുടെയും കണ്ണു പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് രണ്ടാൾക്കും ആരതി ഒഴിഞ്ഞ് ദൃഷ്ടിയെടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. ദമയന്തി, തനുഷ, ആരതി എടുത്തോണ്ട് വരൂ. വലതുകാലി വെച്ച് അകത്തേക്ക് വാ. സുജാതെ, ഇവർക്ക് രണ്ടുപേർക്കും ചൂടായിട്ട് കോഫി എടുത്തേ. അയ്യോ, ഇപ്പോഴല്ലേ അവര് ഹണിമൂൺ കഴിഞ്ഞിങ്ങോട്ട് വന്നത്. എന്തിനാ കോഫി ആക്കുന്നേ? ജ്യൂസ് തന്നെ കൊടുക്ക്, ക്ഷീണം മാറട്ടെ. ചേട്ടാ, അല്ല മോളെ, അവര് കുറെ യാത്ര ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് അവരുടെ ക്ഷീണം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചതാ, അത്രേ ഉള്ളൂ. ബ്രോ, വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എടുത്തിടെ കൈ വിടുന്നേ ഇല്ലല്ലോ. ഇത് ഇപ്പൊ മുതലൊന്നും അല്ല. അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ ഇവർ ഇങ്ങനെ തന്നെയാ നടന്നിരുന്നത്. ശിവാനിയുടെ കൈവിടാൻ രാജാവിന് താല്പര്യമില്ലെന്നാ തോന്നുന്നത്. ഹണിമൂൺ കഴിഞ്ഞു മോനെ, നീ ആ മൂടിന്ന് പുറത്തു വാ. ബ്രോ, എടുത്തി പറഞ്ഞപ്പോഴാണല്ലോ എടുത്തിടെ കൈവിട്ടത്. ഓഹോ, ഭാര്യയുടെ വാക്ക് കേൾക്കാനൊക്കെ പഠിച്ചോ നീ? ഇനി നമ്മുടെ വാക്ക് കേൾക്കാനൊന്നും ഇവന് സമയം ഉണ്ടാവില്ല, അല്ലേടാ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. എല്ലാവരും പറയുന്നത് കേൾക്കും. എന്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യും. ഞാൻ ശിവാനിയുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കണമെന്നത് ശിവാനിയുടെ തന്നെ ആഗ്രഹമാണ്. ഭാര്യയുടെ ഇഷ്ടം നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? അമ്പമ്പമ്പമ്പോ, ഹണിമൂണിന് പോയപ്പോ നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതിനൊക്കെയുള്ള സമയം കിട്ടിയിരുന്നോ മോനെ? എന്താ ഇവിടെ നടക്കുന്നത്? തൃശൂലിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാണല്ലോ. ബ്രോ, എടുത്തിക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്തു? ഞാന് പൂ വാങ്ങിക്കൊടുത്തു, പിന്നെ വള വാങ്ങിക്കൊടുത്തു.